നമുക്കറിയാം സിറ്റിക്ക് വന്ന സമയത്ത് പെപ്പ് സിറ്റിയിലേക്ക് വന്ന സമയത്ത് നമുക്കറിയാം ഏജ്ഡ് പ്ലേയേഴ്സ് ആണ്. അതെ, അതെ, സബലേറ്റ അതെ. പോലത്തെ ഒരുപാട് അതെ, അതെ. വെറ്ററൻ പ്ലേയേഴ്സ് ആയിരുന്നു. അതെ, അതെ. പിന്നെ സ്ലോലി തനിക്ക് വേണ്ടവരെ മാത്രം വെച്ച് അതെ. ബാക്കിയുള്ളവരെ പുറത്താക്കി. അങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലൂടെ കടന്നുപോയി. സിറ്റി ആ സമയത്ത് ഒരുപാട് ട്രോഫികൾ എത്തിച്ചു. അതെ. നമ്മളറിയാം മാനേജ്മെന്റ് കൊടുക്കുന്ന ഒരു ബാക്കപ്പ് അതെ, ഭയങ്കര. അതെ, അതെ, അതെ. അതായത് പെപ്പിന് ഒരു പ്ലെയറിനെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതെ. അയാളെ വാങ്ങിക്കഴിഞ്ഞു. ആ. അതിപ്പം അവസാനത്തെ സൈനിങ്ങൾ ഇപ്പോൾ ഗുഹി ആയാലും അതെ. ഗുഹയ്ക്ക് ലിവർപൂൾ കഴിഞ്ഞ 1, 2 ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് ഒരുപാട് തവണ പിന്നീട് ശ്രമിച്ചിട്ടുണ്ട്. നടന്ന് അതെ, അതെ, അതെ. ഡീൽ നടക്കുന്നു. അവസാന മൊമെന്റിൽ ക്രിസ്റ്റൽ പാലസ് തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അതെ, അതെ, ഒരുപാട് അതെ. പ്രശ്നങ്ങളാ. പക്ഷേ ഒരു പെപ്പിന് ആ ഒരു ടീം കൊടുക്കുന്ന ഒരു ബാക്കപ്പ് അതെ, അതെ, ഭയങ്കര അതെ. അത് ഇമ്പോർട്ടന്റ് ആണ്. ടീമിന്റെ ബാക്കപ്പ് എന്നതിലുപരി പെപ്പ് എന്നുള്ള ഒരു മാനേജർ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊരു പ്ലെയറെ ഒരു ടാർഗറ്റ് ആക്കി വെച്ച് പുള്ളിയുടെ പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗബ്രിയൽ ജീസസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പെപ്പിന്റെ ഒരു കോൾ മതി എന്നാണ് പറഞ്ഞത്. പെപ്പിന്റെ കോൾ വന്നപ്പോൾ തന്നെ കാരണം പ്ലേയേഴ്സിന് അറിയാം. കാരണം വേൾഡിലെ ബെസ്റ്റ് മാനേജറാണ്. പുള്ളിയുടെ അണ്ടറിൽ വരികയാണെങ്കിൽ വേഴ്സറ്റൈൽ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പ്ലേയേഴ്സ് അതുവരെ കളിച്ച പൊസിഷനിലല്ലാതെ തന്നെ അവർക്ക് എന്തൊക്കെ കഴിവുകളാണുള്ളത്, ഏതൊക്കെ പൊസിഷനിൽ അവർക്ക് കളിക്കാൻ പറ്റും എന്നുള്ളത് പെപ്പിന് നന്നായിട്ട് അറിയാം. കാരണം അവരെ ആ ഒരു വേഴ്സറ്റൈലാക്കി. ഇപ്പോൾ നമുക്ക് മത്യാസ് ന്യൂനസിന്റെ കാര്യം എടുത്ത് നോക്കാം. സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലേക്ക് വന്ന ആള് ഇപ്പോൾ റൈറ്റ് ബാക്ക് ആയിട്ട് ഈ സീസണിൽ എത്ര നല്ല പെർഫോമൻസ് ആണ്. ഇപ്പോൾ ലിവർപൂളിനെതിരെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ പ്ലേയേഴ്സിനെ വേഴ്സറ്റൈലാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയാം. അപ്പോൾ സിറ്റി ബോർഡ് ഒരു പ്ലെയറെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് പെപ്പിനെ പോലുള്ള ഒരു മാനേജർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് സിറ്റി മാനേജ്മെന്റ് ആ ഒരു രീതിയിലുള്ള ബാക്കപ്പ് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാഴ്സലോണ വേറെ പല ടീമുകളും ഒരു പ്ലെയറെ പിന്നാലെ പോകുന്ന സമയത്ത് ആ പ്ലെയർ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ആശാന്റെ കീഴിൽ, അതായത് ഒരു പെപ്പിന്റെ കീഴിൽ കളിക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പെപ്പ് പോവുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ പ്ലെയേഴ്സിനെ എത്തിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് നല്ല രീതിയിലുണ്ടാവും. ഇപ്പോൾ ക്യാഷ് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് വരുന്ന പ്ലേയേഴ്സ് അല്ലല്ലോ, അവർക്കിപ്പോൾ ഫ്യൂച്ചറും കൂടെ നോക്കിയിട്ടാണല്ലോ യങ് പ്ലേയേഴ്സ് പ്രത്യേകിച്ച്. അപ്പോൾ പെപ്പിന്റെ കീഴിൽ കളിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്ലേയേഴ്സിൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ റയാൻ ചെർക്കിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ബാർഗെയിൻ സൈനിങ് ആണ്. ആ ഒരു 30 മില്യൺ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന് പുള്ളി വന്നത് പെപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ്. പെപ്പിൻ്റെ അണ്ടറിൽ അത്രയും ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ മോഡേൺ ഫുട്ബോളിലുള്ള എല്ലാ പ്ലേയേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ പുള്ളി ഇവിടുന്ന് പോകുന്ന സമയത്ത് അതിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ മാനേജ്മെന്റ് ബാക്ക് ചെയ്താൽ പോലും അതേപോലെ ഒരു ഹൈ പ്രൊഫൈൽ ഒരു കോച്ച് പോകുന്ന സമയത്ത് അത് സൈനിങ്സിനെയും അപ്പോൾ നമ്മൾ ടീമിൽ എത്തിക്കാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ്. ഇപ്പോ അതുപോലെ തന്നെ ഇപ്പം ഈ നമ്മൾ ജനുവരി സൈനിങ്സിന്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ ഗുഹയുടെ റോളും സെമന്യോ അതെ, എന്തിനെ അതെ, കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ അതിന്റെ മുമ്പത്തെ സമ്മർ സൈനിങ്ങിൽ അതെ, പോവാണെങ്കിൽ ഡൊണറുമ്മ കഴിഞ്ഞ മത്സരത്തില് അതെ, ആ ഒരു പോയിന്റ് നേടി തന്നത് അതെ, അതെ, ഡൊണറുമ്മയാണ്. അതെ, അതെ, അതുപോലെ തന്നെ ചെർക്കിന്റെ നമുക്കറിയാം ആ ഒരു അതെ, ഗോളിന്റെ ബിൽഡപ്പ് അതെ, വന്നതും അതെ, അതെ. അവസാനത്തെ ഒരു മൊമെന്റിലെ ഗോളിനുള്ള ഒരു ഗോൾ ചാൻസ് ഉണ്ടായിരുന്നു. ഇൻവോൾവ്മെന്റ്സ് ഒരുപാട് അതെ, അതെ, ഉണ്ടായിരുന്നു. പിന്നെ റെയിൻഡേഴ്സ് ഈ സീസണിലുടനീളം അതെ, അതെ, മിഡ്ഫീൽഡിൽ ആര് കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അതെ, ഒരു പ്രൈം എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന പേരാണ്. അതെ, അതെ, അതെ. അതുപോലെ ഇഗ്നോറി ആയാലും ഉം, ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉം, പറ്റുന്ന മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയർ. ആ, അപ്പോൾ ഈ ഒരു സൈനിങ്സ് ഇപ്പോൾ ഒരു സമ്മറിലെ സൈനിങ്സിനെ ഈ ഒരു സീസണിന്റെ തുടക്കം മുതൽ നമ്മൾ അനലൈസ് ഉം. ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ടീമിന് ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ട് ഈ സൈനിങ്ങുകൾ? അതെ. ഈ സൈനിങ്സുകൾ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് പെപ്പിന്റെ ഈ ഒരു പൊസഷൻ ഫുട്ബോളിന്ന് പുള്ളിക്കെന്നെ ഒരു ട്രാൻസിഷൻ വേണമെന്ന് തോന്നിയിട്ട്, അതായത് ഇപ്പോൾ ഓപ്പോണൻസിനാണെങ്കിൽ പോലും ആ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്നിടത്ത് നിന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടുന്നു. സിറ്റിയുടെ ആ ഒരു ഫോമിൽ വിള്ളൽ വന്ന സമയത്ത് പുള്ളി തന്നെ കുറച്ചുകൂടെ ഒരു ഡയറക്റ്റ് ഫുട്ബോളിലേക്ക് പോകാം. കുറച്ചുകൂടെ പേസ് ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബോൾ പൊസിഷൻ കൂടുതൽ കീപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഗോളിലേക്ക് പോകാനുള്ള രീതിയിലാണ്. അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പ്ലേയേഴ്സിനെയാണ് ഇപ്പോൾ സൈൻ ചെയ്തത്. ഇപ്പോൾ ജാനുവരി സൈനിങ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെൻറ്റർ ബാക്ക് ഗഹി വന്നു. ഗഹി ഇപ്പോൾ നമ്മുടെ സെൻറ്റർ ബാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റൂബൻ ഡയസ്, ഗാർഡിയോൾ പോലുള്ള പ്ലേയേഴ്സൊക്കെ ഫുള്ളി ഇഞ്ചേർഡ് ആണ്. അപ്പോൾ നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുസനോവ് ഉണ്ട്. കുസനോവ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സെൻറ്റർ ബാക്ക് പെയറിങ്ങിൽ ഒരു കോമ്പറ്റീഷൻ അത്യാവശ്യമായിരുന്നു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ബാക്ക് ലൈനിൽ ഒരുപാട് ബ്ലണ്ടേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ബാക്ക് പെയറിങ്സിൻ്റെ ഇടയിൽ വർക്ക് ആവാത്തൊരു സമയത്ത് ഗേഹിയെ കൊണ്ടുവന്നു. അതത്രയും പ്രീമിയർ ലീഗിലാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ് പുള്ളി. മെൻ്റലി അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ ആൻഫീൽഡിലാണെങ്കിൽ പോലും ഇത്രയും കാണികളുടെ മുമ്പിൽ അത്രയും കാമായിട്ട് കമ്പോസ്ഡ് ആയിട്ട് പുള്ളി കളിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ സെൻറ്റർ ബാക്കിൽ ഡിഫൻഡിനെ അത്രയും ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഗേഹിയുടെ വരവ്. അതും അത്രയും ആവശ്യമായിട്ടുള്ളൊരു സൈനിങ്ങാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സെമന്യോ കൂടുതൽ ഡയറക്റ്റ് ആയിട്ട്, അതായത് പൊസിഷൻ കീപ്പ് ചെയ്യാതെ തന്നെ നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് വരികയാണെങ്കിൽ പുള്ളിയുടെ പേസ് യൂസ് ചെയ്യാം. ഫിസിക്കലി സ്ട്രോങ് ആണ്. ബോത്ത് ഫുട്ട് ചെർക്കിയെ പോലെ തന്നെ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഒരു ട്രാൻസിഷനിൽ പെപ്പ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതേപോലുള്ള പ്ലേയേഴ്സ്.
അതേപോലെ എയ്നോരിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ലെഫ്റ്റ് ബാക്കിൽ പുള്ളിയുടെ പേസ്, ഡ്രിബ്ലിംഗ് ആ ഒരു രീതിയിലുള്ള സ്കില്ലുള്ള പ്ലെയറാണ്. ഡിഫെൻഡിങ്ങിൽ മാത്രമല്ല പെപ്പിനിപ്പോൾ ഈ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് ഒരു വിങ്ങർ റോളിൽ ഒരു കൗണ്ടർ വരുന്ന സമയത്താണെങ്കിലും ആ പേസ് യൂസ് ചെയ്ത് ഇപ്പോൾ ലിവർപൂളിനെതിരെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അത് മിസ് ചെയ്തു. പക്ഷേ എന്നാൽ പോലും ആ ഒരു പേസ് യൂസ് ചെയ്തിട്ട് എതിർ ടീമിൻ്റെ ബോക്സിലേക്ക് കയറാൻ പറ്റിയ രീതിയിലുള്ള പ്ലേയേഴ്സാണ്. അതേപോലെ റേഞ്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും പുള്ളി വന്ന് ഇറ്റാലിയൻ ലീഗിൽ സീരിയയിൽ ലാസ്റ്റ് സീസണിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്, ബെസ്റ്റ് പ്ലെയറാണ് പുള്ളി. ആ പുള്ളി പ്രീമിയർ ലീഗിൽ വന്നു. ഇനിയിപ്പോൾ ഫിസിക്കലി നോക്കുകയാണെങ്കിലും ഫുട്ബോൾ ഐക്യു നോക്കുകയാണെങ്കിലും ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡ് റോളിൽ അത്രയും പുള്ളിയുടെ ഒരു ഫിസിക്കലി അത്രയും നമ്മൾ ടയേർഡ് ആവാതെ തന്നെ നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്ത് മുമ്പോട്ട് പോകുന്നതും, അപ്പോൾ പുള്ളി ആ രീതിയിലുള്ള ഒരു പ്ലെയറാണ്. വന്ന് ഫസ്റ്റ് മന്ത് തന്നെ പുള്ളി എത്തിയാത് പ്ലെയർ ഓഫ് ദ മന്ത് ആയ ഒരു പ്ലെയറാണ്. അപ്പോൾ ആ രീതിയിൽ ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത്രയും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് പ്ലെയേഴ്സിനാണ് പെപ്പ് ഈ ഒരു ജനുവരിയിലാണെങ്കിലും സമ്മറിലാണെങ്കിലും ഇപ്പോൾ കൊണ്ടുവന്ന പ്ലെയേഴ്സ് എല്ലാം നല്ല രീതിയിൽ ജെല്ലായി എന്നുള്ളതാണ്. അതും ടീമായിട്ട് തന്നെ ബാക്കി ഇപ്പോൾ സീനിയർ പ്ലെയേഴ്സ് ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ജെല്ലായിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻസ് നോക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പോൾ കാണാം, പഴയ സിറ്റിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലിയറൻസ് നടത്തി കഴിഞ്ഞാൽ ഗോൾ കീപ്പറും അതൊരു യൂണിറ്റ് ആയിട്ട് വന്നിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ച, അതിപ്പോൾ ഒരു ആസ് എ ഫാൻ എന്നുള്ള നിലക്ക് നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ കുസാനാവ് ഗേഹി പെയറിങ് വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഡയാസ് ഇഞ്ചറി മാറി തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഡയാസ് ഗേഹി ആ ഒരു പെയർ വരുന്നു. ഇതിപ്പോൾ ഇനി വരാൻ പോകുന്ന കോമ്പറ്റീഷൻസിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള എല്ലാ ടൂർണമെൻറ്റിലും ഉണ്ട്. പ്രീമിയർ ലീഗിലാണെങ്കിൽ ടൈറ്റിൽ റേസിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഡിഫൻഡിനെ അത്രയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വന്ന സൈനിങ്സ്, അതായത് പ്രത്യേകിച്ച് മാർഗേയുടെ സൈനിങ്സ്. അതേപോലെ തന്നെ ഡൊണാരുമ ഇപ്പോൾ ടീമിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്കറിയാം. എഡേഴ്സണുള്ള സമയത്താണെങ്കിൽ പോലും ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ പുള്ളി അടിപൊളിയാണ്. പക്ഷേ അത് ഷോട്ട് സ്റ്റോപ്പിങ്ങിലേക്ക് വരുമ്പോൾ എത്രത്തോളം പല മത്സരങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡൊണ വന്നതിന് ശേഷം പുള്ളിയുടെ ആ ഒരു മെൻറ്റാലിറ്റി, അതായത് UCL വിൻ ചെയ്ത ഒരു പ്ലെയറാണ്, എലൈറ്റ് സ്റ്റേജിൽ ബിഗ് സ്റ്റേജസിലേക്ക് വരുമ്പോൾ വിന്നറാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്ലെയറാണ്. കാരണം പുള്ളിയുടെ ഡെബ്യൂ മാച്ച് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുള്ളി ഡയറക്റ്റ് വന്നിറങ്ങുന്നത് മാഞ്ചസ്റ്റർ ഡെർബിയിലേക്കാണ്. ഡെർബിയിൽ വന്നിട്ട് ആ എംബുമയുടെ ആ ഒരു ഷോട്ട് ആ ഒരു ടൈമിൽ ക്രൂഷ്യൽ ടൈമിൽ സേവ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇന്നലെ മാക്കലിസ്റ്ററിൻ്റെ ആ ഒരു ഷോട്ട്, അതും ആ ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ട് ആ ഫുൾ സ്ട്രെച്ചിൽ പുള്ളി അത് സേവ് ചെയ്തതും അതിനുശേഷമുള്ള ഗാർഡിയോളയുടെ ആ ഒരു റിയാക്ഷനിൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഒരു ഇമ്പാക്റ്റാണ് അതിനുണ്ടാക്കിയത്. ഇൻ കേസ് ഈ ഒരു ടൈറ്റിൽ റേസിൽ സിറ്റി ചാമ്പ്യൻസ് ആവുകയാണെങ്കിൽ ആ ഒരു സേവ് ഓഫ് ദ സീസൺ, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ബിൽഡ് ചെയ്യുന്നതിന് വരെ സിറ്റി ഫാൻസിനെ സംബന്ധിച്ച് ആഗ്രഹമുള്ള കാര്യമാണ്. കാരണം അത്രയും നല്ലൊരു സേവാണ് പുള്ളി നടത്തിയത്. അപ്പോൾ ഈ ഒരു സീസണിലെ സൈനിങ്സ് എന്തുകൊണ്ടും പെട്ടെന്ന് തന്നെ ടീമുമായിട്ട് ജെല്ലായി അനിവാര്യമായ സമയത്താണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ടീമൊന്ന് ഡൗൺ ആയ സമയത്ത് ഇപ്പോൾ ജാനുവരിയിൽ നടത്തിയ 2 സൈനിങ്സും അവരാണ് ഇപ്പോൾ ടീമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ സെമന്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 അപ്പിയറൻസിൽ സിറ്റിയിൽ വന്നതിന് ശേഷം 4 ഗോൾ പുള്ളി സ്കോർ ചെയ്തു. മാർഗേയി ആണെങ്കിലും കളിച്ച ലാസ്റ്റ് 3 മത്സരങ്ങളിലാണെങ്കിലും അടിപൊളിയായിട്ട് കമ്പോസ്ഡ് ആയിട്ട് പുള്ളിയും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ടൈറ്റിൽ റേസിൽ സിറ്റിക്ക് കപ്പടിക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ EFL ഫൈനൽ വരുന്നുണ്ട് ആഴ്സണലായിട്ട് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ എന്തായാലും ട്രോഫി വിൻ ചെയ്യാനുള്ളൊരു ചാൻസ് ഈ ഒരു ജാനുവരി സൈനിങ്സിലൂടെ നല്ല രീതിയിൽ ചാൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ടീമുകളിലും പെപ്പിന് എന്നൊരു ബീസ്റ്റ് മോഡ് പ്ലെയർ ഉണ്ട്. അതെ, അതെ. ബാഴ്സയിൽ അത് മെസ്സി ആയിരുന്നെങ്കിൽ, അതെ. ബയേണിൽ അത് ലെവൻഡോസ്കി ആയിരുന്നെങ്കിൽ, ഇവിടെ അത് ഹാളൻഡാണ്. ഹാളണ്ടാണ്. അതെ. അതായത് പെപ്പിന് വിശ്വസിച്ച് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി, അതെ, ബാക്കി അതെ, ആള് അതെ. നോക്കിക്കോളും എന്നുള്ള. പക്ഷെ ആൾക്ക് ആൻഫീൽഡ് ആയിരുന്നു അതെ. ഗോൾ അടിക്കാൻ പ്രയാസപ്പെട്ട, അല്ലെങ്കിൽ 3 അതെ, അതെ. അറ്റംപ്റ്റും ഫെയിൽ ആയി പോയ ഒരു ഗ്രൗണ്ട്. അതെ. അതൊരു പെനാൽറ്റി എങ്കിൽ പെനാൽറ്റിയിലൂടെ ആള് ബീറ്റ് ചെയ്യുന്നു. അതെ. അത് ആൾക്ക് കൊടുക്കാൻ പോകുന്ന എനർജി ബൂസ്റ്റ് എത്രത്തോളം ആയിരിക്കും. ആ ഒരു മാച്ച് വിന്നിംഗ് ഗോള് ആൻഫീൽഡിൽ അത്രയും ഫാൻസിന്റെ ഇടയിൽ ഉണ്ട്. ഒരു പ്രഷറിലാണ് ലാസ്റ്റ് മൊമെന്റിൽ പെനാൽറ്റി. അതെ, അതെ, അതെ. അപ്പൊ അത് ആൾക്ക് കൊടുക്കുന്ന ഒരു ബൂസ്റ്റ് എത്രത്തോളമാണ്. ഹാളൻഡിന്റെ ഈ സീസണിലെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? അത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൻഫീൽഡിൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് പ്രത്യേകിച്ച് ഈ ഒരു ലാസ്റ്റ് 7-8 മാച്ചസിൽ പുള്ളിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഗോള്, അതായത് ആൻഫീൽഡിൽ ആ ഒരു അവസാന സമയത്ത് ഒരു പ്രഷർ കുക്കർ ടൈമാണ് അത് സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു ഗോൾ പുള്ളി സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ ടൈറ്റിൽ റേസിൽ സിറ്റി ഇല്ല. ആ ഒരു രീതിയിലാണ്. പിന്നെ മെൻ്റലി അത്രയും ഡൗൺ ആവും. ആൻഫീൽഡിൽ ഇത്രയും 89 ഇയേഴ്സിന് ശേഷമാണ് നമ്മളൊരു ഡബിൾ നേടുന്നത്, അതായത് ഹോം ആൻഡ് എവേ ലിവർപൂളിനെതിരെ വിജയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ പുള്ളി സ്കോർ ചെയ്യുകയാണെങ്കിൽ വിജയിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആൻഫീൽഡിൽ ഇത്രയും ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു ടൈമിന് അത് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ പുള്ളി അത് ചെയ്തതിന് ശേഷം ഇനി പുള്ളിക്ക് ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇനി വരുന്ന മാച്ചസിലാണെങ്കിൽ പോലും പുള്ളിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സീസണിൽ പെപ്പ് ഹാളണ്ട് വന്ന സമയത്ത് ഹാളണ്ടിനെ കൊണ്ടുവന്നത് ശരിക്കും ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് സീസണിൽ തന്നെ
പുള്ളി ഓൾ ടൈം പ്രീമിയർ ലീഗ് റെക്കോർഡ് അലൻ ഷീററിൻ്റെ റെക്കോർഡ് ഭേദിച്ചു. അതേപോലെ തന്നെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് നേടിത്തന്നു. അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് ആകെ ഗെയിമിലുള്ളൊരു ഗോൾ സ്കോർ ചെയ്യാൻ പുള്ളിക്ക് അപാര കഴിവുണ്ട്. ബോക്സിൽ അത്രയും നല്ല രീതിയിൽ ഫിനിഷിംഗ് ആണെങ്കിലും ഇപ്പോൾ 90 മിനിറ്റ് മാച്ചസിൽ പുള്ളി ഒരു 5 ടച്ചസേ എടുത്തിട്ടുള്ളെങ്കിൽ അതിൽ 2 എണ്ണം പുള്ളി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്ലെയർക്കുള്ളൊരു വീക്ക് സൈഡ് എന്ന് പറയുന്നത് പുള്ളി ഒരു ലിങ്കപ്പ് പ്ലേ. അതായത് ഈ സീസണിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹാളണ്ടിൻ്റെ ഗോൾ സ്കോറിംഗ് കുറയാനുള്ള കാരണം ഗാർഡിയോള പുള്ളിയെ നല്ല രീതിയിൽ ലിങ്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ലിവർപൂളായിട്ടുള്ള മാച്ചിലാണെങ്കിൽ ബെർണാർഡോ സിൽവ നേടിയ ഗോളിന് ആ ഒരു ഹെഡർ ഫ്ലിക്ക്, അതേപോലെ തന്നെ ഇപ്പോൾ വൺ ടച്ചിൽ ഇമ്പ്രൂവ് ആയി, അതേപോലെ കുറച്ചുകൂടെ ടീം പ്ലേയിൽ ഇമ്പ്രൂവ് ആയി. ഫസ്റ്റ് പുള്ളി വന്ന സമയത്ത് ഫുള്ള് ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ. എങ്ങനെയാണോ ഒരു ക്രോസ് വന്നാൽ പുള്ളി ഫിനിഷ് ചെയ്യും. അപ്പോൾ ഏത് രീതിയിലാണ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയും പുള്ളി ഫിനിഷ് ചെയ്യും. പക്ഷേ ഗോഡിയോളയുടെ ഒരു സൈഡിൽ കുറച്ചുകൂടി ഒരു ലിങ്കപ്പ് പ്ലേ, അതായത് ഇപ്പോൾ വിങ്ങേഴ്സായിട്ട് കുറച്ചുകൂടെ കൊണ്ടുവരും. കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ അസിസ്റ്റിലേക്ക് കൂടുതൽ, ആ ഒരു രീതിയിലുള്ള മാറ്റം ഹാളണ്ടിൻ്റെ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുള്ളിയുടെ ഗോൾ സ്കോറിങ്ങിൽ ചെറിയൊരു ഡിപ്പ് വന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും 21 ഗോളായിട്ട് പുള്ളി തന്നെയാണ് ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഹാളണ്ടിൻ്റെ, അതേപോലെ ഹാളണ്ട് ഇപ്പോൾ ഒരു ലോങ് ടേം 2034 വരെ കരാറുള്ള പ്ലെയറാണ്. 10 വർഷത്തേക്ക് പുള്ളി കരാർ പുതുക്കിയ ഒരാളാണ്. അപ്പോൾ അത് ഗാർഡിയോള ഇവിടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതും പുള്ളിയുടെ ഒരു പാഷനും, ഇപ്പോൾ ഹാളണ്ടിൻ്റെ ഫാദറിൻ്റെ സ്റ്റോറി അറിയാലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇമോഷണൽ ടച്ച് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഹാളണ്ടിന് ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ബാക്കി പ്ലേയേഴ്സായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ആ ഒരു ലിങ്കപ്പ് പ്ലേയിൽ വളരെയധികം വിമർശനം നേരിട്ടൊരു പ്ലെയറാണ്. സംഭവം പുള്ളി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, ടീമിനെ വിജയിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ടോട്ടൽ ഫുട്ബോളർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പല ഏരിയാസിലും ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടതുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു ഗോൾ സ്കോറിങ്ങിൽ ചെറിയൊരു ഡിപ്പ് വന്നത്. അപ്പോൾ ഈ ഒരു ഗോൾ ഈ പറഞ്ഞു വന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗോൾ പുള്ളിയുടെ മെൻ്റലി അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ടീമുമായിട്ട് അത്രയും ജെല്ലായിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതേപോലെ ബാക്കി പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഇപ്പോൾ പുതിയൊരു ഇപ്പോൾ സെമന്യോ വന്ന സമയത്താണെങ്കിലും ഗേഹി വന്ന സമയത്താണെങ്കിലും ജനുവരിയിലാണ് വരുന്നത്. അപ്പോൾ ടീമുമായിട്ട് ജെല്ലാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പുള്ളി ആ ഒരു രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടുത്തെ ഒരു വലിയ പ്ലെയറാണ് എന്നുള്ളൊരു അഹങ്കാരം, അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ ബിഗ് പ്ലെയർ എന്നുള്ളൊരു സംഭവം പുള്ളിക്കില്ല. പുള്ളി എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇപ്പോൾ ലിവർപൂൾ മാച്ച് കഴിഞ്ഞതിന് ശേഷവും പുള്ളിയുടെ അടുത്ത് ക്യാമറമാൻ വന്ന സമയത്ത് പുള്ളി പറഞ്ഞത് അതാണ്, എന്നെ ഫിലിം ചെയ്യേണ്ട, ഗേഹി അവിടെയുണ്ട്, പുള്ളിയെ ഫിലിം ചെയ്തോളൂ. പുള്ളിയാണ് ആ രീതിയിലുള്ള ഗെയിം കളിച്ചത് എന്ന് പറയുന്നത് ഈ ഒരു പ്രഷർ ടൈമിൽ. അപ്പോൾ അതേപോലെ പുള്ളി ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ടീമിലേക്ക് ഇന്നാക്കുന്നത് ആസ് എ ഹ്യൂമൺ എന്നുള്ള രീതിയിലും ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രീതിയിലല്ല. ഒരു പ്ലെയർ സിറ്റിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഗാർഡിയോളുടെ കീഴിൽ കളിക്കാൻ വരുമ്പോൾ, ഹാളണ്ട് പോയ സമയത്താണെങ്കിൽ പുള്ളിയുടെ ഇൻ്റർവ്യൂസ് നോക്കിയാൽ മനസ്സിലാവും, 1 2 വാക്കുകൾ മാത്രം പറയുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹാളണ്ടിനെ നല്ല രീതിയിൽ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൻഫീൽഡിൽ ഇതുവരെ ഗോളടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഇത്രയും ക്രൗഡിൻ്റെ മുമ്പിൽ ഒരു മാച്ച് വിന്നർ, ചിലപ്പോൾ ഈ സീസൺ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് മെൻ്റലി പുള്ളിയെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് സിറ്റിക്കും അനിവാര്യമാണ്. ഇനി വരുന്ന മാച്ചസിലാണെങ്കിൽ പോലും ഇപ്പോൾ കോമ്പറ്റീഷനും ഉണ്ട്. അതായത് ഒമർ മർമൂഷ് ചാൻസ് കിട്ടുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ ബെഞ്ചിൽ ഇരുത്തുക എന്ന് പറയുന്നത്, കാരണം ഇതേപോലെ ഒരു സംഭവം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അൽവാരസിനെ നഷ്ടപ്പെട്ടത്. കാരണം വേൾഡിലെ ഏതൊരു ലെവലിൽ പോയാലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു അന്ന് അൽവാരസ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒമർ മർമൂഷിൻ്റെ കാര്യം. അപ്പോൾ അതേപോലെ ഒരു പ്ലേയിങ് ടൈം കിട്ടാതെ വരുമ്പോൾ അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹാളണ്ട് ഫോം ഡിപ്പാവുകയാണെങ്കിൽ മർമൂഷ് ഇറങ്ങും. അപ്പോൾ ഒരു ബിഗ് പ്ലെയർ ആണ് എന്നുള്ളൊരു പരിഗണന ഇപ്പോൾ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനും വന്നു. ആ സമയത്ത് തന്നെ പുള്ളിക്ക് ആൻഫീൽഡിൽ ഈ ക്രൗഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് മെൻ്റലി പുള്ളിക്ക് നൽകുന്ന ഒരു ബൂസ്റ്റ് നല്ല രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിൽ നമുക്ക് വരും മത്സരങ്ങളിൽ കാണാം പുള്ളി എങ്ങനെ അത് പെർഫോം ചെയ്യുമെന്നുള്ളത്. ഇപ്പം ഹാളണ്ടിന് സിറ്റിയുമായിട്ട് ഒരു വലിയ കോൺട്രാക്ട് ഉണ്ട്. അതെ എന്നിരുന്നാൽ കൂടി ഓരോ ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോഴും അതെ അതെ ഹാളണ്ടിന്റെ പല ബിഗ് ടീംസും ഇപ്പം റയൽ മാഡ്രിഡ് റയൽ പോലത്തെ മാഡ്രിഡ് അതെ ക്ലബ്ബുകളായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഹാളണ്ട് ഇവിടെ കണ്ടിന്യൂ ഈ ഒരു കോൺട്രാക്ട് പീരീഡ് തീരുന്നവരെ ഇവിടെ കണ്ടിന്യൂ ഉള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഒരു ബിഗ് സൈനിങ്ങിലൂടെ സിറ്റി വിട്ടുകൊടുക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? അത് ഹാളണ്ടിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം പുള്ളിക്ക് ഇവിടെ ഇപ്പോൾ 100 ഗോൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സ്കോർ ചെയ്ത പ്ലെയറാണ്. ഇനി മുമ്പിലുള്ളത് അലൻ ഷീററുടെ ഓൾ ടൈം റെക്കോർഡാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഉള്ളൊരു റേറ്റ്, സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഗോൾ പെർ ഗെയിംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2029 ആകുമ്പോഴേക്കും പുള്ളിക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാരണം പ്രീമിയർ ലീഗിലെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ലീഗിലെ
ഓൾ ടൈം റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പുള്ളി കളി നിർത്തിയാൽ പോലും ആ ഒരു സ്റ്റാറ്റസ് അത് ലോകം നിലനിൽക്കുന്ന കാലം വരെ ഉണ്ടാവും. ഇനി ഒരാൾ ബ്രേക്ക് ചെയ്യുന്നത് വരെ. അപ്പോൾ അതേപോലെ ഒരു അച്ചീവ്മെന്റ് കളഞ്ഞിട്ട് ഒരു പേഴ്സണൽ ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഒരു ബിഗ് സൈനിങ് അല്ലെങ്കിൽ റയലിന് കളിക്കുക എന്നുള്ളതിലുപരി പുള്ളിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് സിറ്റിയിൽ കളിക്കുക എന്നുള്ള. പുള്ളി ഒരു ഫാൻ ബോയ് ആണ്. കാരണം തൻ്റെ പിതാവ് കളിച്ച ക്ലബ്ബ്. ആ ജേഴ്സി ഇട്ടിട്ട് പുള്ളി ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ലീഡ്സിലാണ് ജനിച്ചത്. പക്ഷേ ഒരു സിറ്റി ഫാനായിട്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്ക് ആ ഒരു ഇതുണ്ട്. ഇതിൻ്റെ മുമ്പ് പുള്ളിയുടെ ഫാദറിൻ്റെ കരിയർ ഉം. കാരണം ആ ഒരു സമയത്തുണ്ടായ ഇൻസിഡൻസ് കാര്യങ്ങൾ അതൊക്കെ പുള്ളിയുടെ മൈൻഡിലുണ്ട്. അപ്പോൾ ആളൊരു സിറ്റി ഫാനാണ്. പിന്നെ ഇതേപോലെ പേഴ്സണൽ റെക്കോർഡ്സ് കാരണം ഒരു ഓൾ ടൈം ഗോൾ സ്കോറിംഗ് റെക്കോർഡ് തകർക്കുക എന്നുള്ളത്, അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോറർ ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ 50 ഗോൾ നേടിയ താരങ്ങളിൽ ഏറ്റവും ഫസ്റ്റുള്ളത് ഹാളണ്ടാണ്. അത് റൊണാൾഡോയെ മറികടന്ന് അതേപോലെ മെസ്സിയെ പോലുള്ള ഇത്രയും നമ്മുടെ ഐക്കൺസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സിനെ മറികടന്നിട്ടാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 50 ഗോളിലെത്തിയത്. അപ്പോൾ ഹാളണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഏജ് ഉണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആൾ ടൈം സ്കോറർ എന്നുള്ള ആ ഒരു റെക്കോർഡ് എന്തായാലും പുള്ളി എയിം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പുള്ളി ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ഗാർഡിയോള ലീവ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു പുള്ളിയുടെ ഇഷ്ട ക്ലബ്ബാണ്. പുള്ളിയുടെ ഫാദർ നമുക്ക് എല്ലാ മാച്ചസിലും കാണാം. ആൽഫി ഹാളണ്ട് കാണാൻ വരുന്നത്. ഗാലറിയിൽ ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ പുള്ളിയുടെ ഒരു ഫാമിലി വെച്ച് നോക്കുകയാണെങ്കിലും സിറ്റി ഒരു ഫാമിലി ആയിട്ടാണ് പുള്ളി കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പുള്ളി ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഇപ്പോൾ റയലാണെങ്കിലും ഇപ്പോൾ 600 മില്യൻ്റെ ഓഫറൊക്കെ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും പുള്ളി ആ ഒരു പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ഇതേപോലുള്ള റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും സിറ്റിയിൽ തുടരുമെന്നാണ് തോന്നുന്നത്.